ദാണ്ടെ പവിഴപ്പുറ്റുകളുടെ ദ്വീപായ ലക്ഷദ്വീപിൻ്റെ ഒരു വ്യത്യസ്തമായ ദ്വീപാണ് മിനിക്കോയ്. എല്ലാവർക്കും മിനിക്കോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് മിനിക്കോയ് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാണാം. ഓക്കെ, ഞാനൊരു 1-2 എപ്പിസോഡിലൂടെ ഇത് കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം മിനിക്കോയിലെ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാൻ പോകും. മിനിക്കോയിലെ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ലൈറ്റ് ഹൗസാണിത്. 1885 ആണ്ടിലാണ് ഈ ലൈറ്റ് ഹൗസ് പണിതിട്ടുള്ളത്. കണ്ടില്ലേ? ഈ ലൈറ്റ് ഹൗസ് എന്ന് വെച്ചാൽ വളരെ ഒരു അത്ഭുതം എന്ന് വെച്ചാൽ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിൽ ഇങ്ങനൊരു ലൈറ്റ് ഹൗസ് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാടും അതിനെടുത്ത ആ ഒരു എനർജിയും എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. മിനിക്കോയ് ദ്വീപിനെ സ്ത്രീകളുടെ ദ്വീപ് എന്നും പറയാറുണ്ട്. കാരണം മറ്റുള്ള ദ്വീപുകളെ പോലെയല്ല, ഇവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ടിറങ്ങി വരുന്ന ഒരു പ്രകൃതമാണ്. അവരുടെ ജോലിക്കാര്യത്തിലാണെങ്കിലും എന്താ പറയുക, എല്ലാ കാര്യത്തിലും അവർക്കൊരു പ്രയോറിറ്റി ഉണ്ട് അവർക്ക്. ഇത് കണ്ടില്ലേ, മിനിക്കോയുടെ ഒരു വടക്കേ അറ്റത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ വളരെ ശാന്തമായ ഒരു ഏരിയ ആണ്. ഇത് കണ്ടില്ലേ, ഹെലിപ്പാഡാണ്. ഇവിടെ നിന്ന് നോക്കിയുള്ള കടലിൻ്റെ ആ ഭംഗി കണ്ടില്ലേ, പച്ച കളറായിട്ടാണ് കടൽ കാണുക. അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലീൻ ആണ് ഇവിടുത്തെ വെള്ളം. ഞാൻ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കടൽക്കരയുടെ വശങ്ങളിലൂടെ പോകുന്ന റോഡ് കണ്ടില്ലേ, കടലിൻ്റെ ആ ഭംഗി എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ളതല്ല. നമ്മൾ നേരിട്ട് പോവുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. അപ്പം ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്നവർക്ക് മിനിക്കോയ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ മിനിക്കോയ് ഐലൻഡിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ ഒരു 11 കിലോമീറ്ററേ വരുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ജനസാന്ദ്രത എന്ന് വെച്ചാൽ ഒരു 12,000 മാക്സിമം. മിനിക്കോയിൽ ആകെ മൊത്തം 10 വില്ലേജാണുള്ളത്. ഈ 10 വില്ലേജിനും ഓരോ മൂപ്പനും മൂപ്പത്തിയും ഉണ്ടായിരിക്കും. അവരായിരിക്കും ആ ദ്വീപിൻ്റെ ആ വില്ലേജിൻ്റെ മെയിൻ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക, എസ്പെഷ്യലി ഈ കല്യാണ കാര്യങ്ങളിലൊക്കെ. ഇതാ കണ്ടില്ലേ, ഒരു പവിഴപ്പുറ്റ്, എന്ത് ഭംഗിയല്ലേ. പിന്നെ അതെ, ഈ കാണുന്നതാണ് മിനിക്കോയിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ. മിനിക്കോയെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസുകളും കാര്യങ്ങളും പാർട്ട് 2 ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും വണക്കം.